ചിലർക്ക് അവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് പാർട്ടി താല്പര്യമാകുന്ന ചങ്ങലകളാണ്. സംഗതിയൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം. സംഗതിയൊക്കെ ഒരു ഭംഗിയുള്ള ഏർപ്പാടാണ്. ആ ടീം പറയുന്നിടത്ത് ഒരു കുഴപ്പമില്ല, എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം അതിന് സമ്മതിക്കുന്നില്ല. ആവാം പാർട്ടി താല്പര്യങ്ങൾ ചങ്ങലകളാണ്, സാഹചര്യങ്ങൾ ചങ്ങലകളാണ്. ചേരയെത്തുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണം നമ്മുടെ പ്രയോഗമാണ്. നടക്കൂല. ഇസ്ലാം ഇത്തരം ചങ്ങലകൾ പൊട്ടിച്ചെറിയാനാ പറയുന്നത്. ഇത്തരം ചങ്ങലകൾ പൊട്ടിച്ചെറിയാനാ പറയുന്നത്. അരുത് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇതല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവാം ഈ ചങ്ങലകൾ കൊണ്ടുദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് പൊട്ടിച്ചെറിയാൻ അധിക പേർക്കും കഴിയില്ല. അവർക്ക് സത്യം കേൾക്കും തോറും അവർ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ആയത്തിറങ്ങുമ്പോഴും അവർക്ക് കുഫർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വനുനസ്സിലു മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാ ഹുവ ശിഫാഉൻ വറഹ്മ, മാ ഹുവ ശിഫാ, സിദ്ധൌഷധമായ ചില ആയത്തുകൾ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചില കലിമത്തുകൾ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വറഹ്മത്തുൻ, അത് കാരുണ്യവുമാണ്, അത് സിദ്ധൌഷധമാണ്, അതോടൊപ്പം തന്നെ കാരുണ്യവുമാണ്. ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്. എന്നാലോ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, അക്രമികൾക്ക് അത് നാശമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മുഅ്മിനീങ്ങൾക്ക് ഓരോ ആയത്തും റഹ്മത്തും ശിഫാവുമാണെങ്കിൽ അക്രമികൾക്ക് ഓരോ ആയത്തും നാശം വർദ്ധിപ്പിക്കേ ഉള്ളൂ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഖുർആൻ അല്ലാഹു ഇറക്കിയത് ശിഫാഉം റഹ്മത്തുമായിട്ടാണ് എന്ന് പറഞ്ഞാൽ സിദ്ധൌഷധമാണ്, മരുന്നാണ്, രോഗശമനമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരിക രോഗത്തിനും ശിഫാ ആണ്, അതുപോലെ തന്നെ മാനസിക രോഗത്തിനും ശിഫാ ആണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ അത് മാനസിക രോഗത്തിനു മാത്രമുള്ള ശിഫാ ആണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പതുക്കെ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു. ഖുർആൻ ഓതാം, മന്ത്രിക്കാം എന്നിടത്തൊക്കെ എത്തി. അതെ, ആ നല്ല മാറ്റം നല്ലതാണ്, കുറെ മാറാനുണ്ട് ഇനിയും എന്ന് മാത്രം. ഏതാവട്ടെ പറഞ്ഞു വരുന്നത്, എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാലും ഖുർആൻ ഓതി മന്ത്രിക്കുക, ദിക്റുകൾ ചൊല്ലി മന്ത്രിക്കുക, അതിലൊക്കെ എന്തോ ഒരു മനപ്രയാസം പലപ്പോഴും അനുഭവപ്പെടുന്നു. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അവർ ചോദിക്കാൻ, ഏതാനും ചില വാക്കുകൾ ഇങ്ങനെ മന്ത്രിച്ചതുകൊണ്ട് രോഗിക്ക് വല്ല ഗുണവും ഉണ്ടാവുമോ? രോഗം സുഖമാകും, മരുന്ന് പോലെ രോഗം സുഖമാകുന്ന, നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക മരുന്ന് പോലെയുള്ള മറ്റൊരു മരുന്നാണ് ഖുർആൻ ഓതി മന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയൂല. ചിലർ കുറച്ച് വാക്കുകൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറഞ്ഞിട്ട് ഫു എന്ന് പറഞ്ഞു ഊതിയാൽ എങ്ങനെ രോഗം സുഖാവുമോ എന്ന് ചോദിക്കാറുണ്ട്. മരുന്ന് ഉള്ളിലേക്ക് സേവിക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ അവന്റെ ശരീരത്തിൽ വരുന്നു. അപ്പൊ പനിയുള്ളവന്റെ ശരീരത്തിലുള്ള താപം അകറ്റാൻ അതിന് കഴിയും. അതുപോലെ ഈ വചനങ്ങൾക്ക് എന്ത് ശേഷിയുണ്ട്? വചനങ്ങൾക്ക് അതിലേറെ ശേഷിയുണ്ട്. ഒരു പണ്ഡിതനോട് തർക്കിക്കാൻ വേണ്ടി ഒരാൾ കടന്നു വന്നു ഒരിക്കൽ. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞപ്പോ ഖുർആൻ ശിഫാ ആണ്. എങ്ങനെ? സാധാരണ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് പോലെ ശിഫാ ആണെന്നോ? തീർച്ചയായിട്ടും ഔഷധം പോലെ ശിഫാ ആണ് ഖുർആനും എന്ന് ഇയാൾ പറഞ്ഞപ്പോ ചോദിച്ചു, മരുന്ന് കുടിച്ചാൽ അതിനുള്ള ഫലങ്ങൾ, ശരീരത്തിലേക്ക് കിട്ടേണ്ട ഫലങ്ങളൊക്കെ അതിലുണ്ട്, പക്ഷെ ഇതുകൊണ്ട് എന്താ ഉണ്ടാകുക? ഇപ്പോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കളറ് മാറ്റാൻ കഴിയും, അയാളുടെ ചൂട് കുറക്കാനും കൂട്ടാനും ഒക്കെ കഴിയും, അയാളുടെ ശരീരത്തിലുള്ള ഓരോ വസ്തുക്കളുടെയും അളവ് വർദ്ധിപ്പിക്കാനും കുറക്കാനും ഒക്കെ കഴിയും. പക്ഷേ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞിട്ട് എങ്ങനെ മനുഷ്യന്റെ കളറ് മാറ്റാൻ പറ്റുമോ? അയാളിലുള്ള അളവുകൾ കുറക്കാൻ, വസ്തുക്കളുടെ അളവുകൾ കുറക്കാനും കൂട്ടാനും പറ്റുമോ? ഇയാൾ പറഞ്ഞു മരുന്നിനേക്കാൾ കടുപ്പത്തിൽ കഴിയും.
ഇയാൾ ചോദിച്ചു അതെങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ കാണിച്ചു തരണോന്ന് ചോദിച്ചു അദ്ദേഹം. ആ കാണിക്കണം. ഇയാൾ പറഞ്ഞത്രേ, പോടാ ഹംകെ അവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇയാളുടെ മുഖം കൊണ്ട് ചുവന്നു, ഞരമ്പൊക്കെ വീർക്കാൻ തുടങ്ങി. ഇയാൾ ചോദിച്ചു എന്തേ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, മരുന്നൊന്നും കുടിച്ചിട്ടില്ല, ഞരമ്പ് കുറെ വീർത്തിരിക്കുന്നു, മുഖത്തിന്റെ കളറ് മാറിയിരിക്കുന്നു. ഞാനൊരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഹംകെ. ഒറ്റ വാചകം കൊണ്ട് നീ എത്ര മാറി സുഹൃത്തെ. എന്നാൽ പരിശുദ്ധമായ വചനങ്ങൾ, അള്ളാഹുവിന്റെ ആരുറപ്പുള്ള വാക്കുകൾ പറഞ്ഞാൽ അത് ഫലിക്കില്ല എന്നാണോ ഇപ്പൊ നീ പറഞ്ഞത്? ഇത്രയും വൃത്തികെട്ട ഒരു പദം പറഞ്ഞിട്ട് എന്നിൽ മാറ്റമുണ്ടായില്ലേ? കെലിമത്തുകൾക്ക് മാറ്റമുണ്ട്, കെലിമത്തുകൾക്ക് സ്വാധീനമുണ്ട് എന്ന് അദ്ദേഹം ബുദ്ധിപരമായി സമർത്ഥിച്ചു കൊടുത്തു. ഞാൻ പറയുന്നത് ഖുർആൻ ശിഫാഉം റഹ്മത്തുമാണ്. പക്ഷേ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഹസറാ, അതാ നമ്മുടെ വിഷയം. അക്രമികൾക്ക് ഇതുകൊണ്ട് നാശം മാത്രമേ വർദ്ധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ? ഒരാൾക്ക് മധുരം ഒരാൾക്ക് കയ്പും ആകുമോ ഒരു സാധനം? അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. ബുദ്ധിയുള്ളവരൊക്കെ പറയൂലേ ഇത് ഖുർആൻ പറഞ്ഞതൊന്നും യുക്തിക്ക് നിരക്കാത്തതല്ല. ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ വൽ ഖുർആനിൽ ഹക്കീം. യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാ. ഒരാപ്പിൾ 2 കഷ്ണാക്കി, ഒരു കഷ്ണം ഒരാൾ തിന്നു, ഒരു കഷ്ണം മറ്റേ ആളും തിന്നു. രണ്ടാൾക്കും മധുരം തന്നെ അല്ലായിരിക്കും? ആയിരിക്കില്ലേ? രണ്ടാൾക്കും മധുരമായിരിക്കില്ല. ഒരാൾക്ക് കയ്പ് ഒരാൾക്ക് മധുരമാകുമോ? ആളുടെ അവസ്ഥക്കനുസരിച്ച് മാറും. എന്ന് പറഞ്ഞാൽ ഒരു രോഗമില്ലാത്ത നല്ല ഒരാളാ തിന്നുന്നെങ്കിൽ അയാൾ പറയും നല്ല മധുരം, നല്ല ടേസ്റ്റുള്ള ആപ്പിൾ എന്ന് പറയും. നേരെ മറിച്ച് 15 ദിവസമായിട്ട് ടൈഫോയിഡായിട്ട് പനിച്ചു കിടക്കുന്ന ആൾക്ക് കൊടുത്തു നോക്കുമ്പോൾ കടിച്ചിട്ടൊരു വല്ലാത്ത കയ്പ് പറയും. ഇത് ആപ്പിളിന്റെ കയ്പുണ്ടാ? അല്ല, കുഴപ്പം ഇവനാണ്. കുഴപ്പം ഇവനാണ്, സാധനത്തിനല്ല കുഴപ്പം. അപ്പൊ ഖുർആനിന്റെ കുഴപ്പമല്ല, മുത്തുനബിയുടെ കുഴപ്പമല്ല, ഇവനിലാണ് രോഗമുള്ളത്. ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ മനസ്സ് രോഗബാധിതമാണ്. ഖുർആൻ പറഞ്ഞു. അപ്പൊ കുഴപ്പം യഥാർത്ഥത്തിൽ നമ്മളിലാണ്. ആ കുഴപ്പം നമ്മൾ തിരുത്താൻ നമ്മൾ മുതിരണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലാ തഅജബൻ ലിഹസൂദിൻ റാഹയുൻകിറുഹാ കത്തുങ്കിറുൽ ഐനു ദൗ അശ്ശംസി മിൻ റമദി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലാ തഅജബൻ, നീ അത്ഭുതപ്പെടണ്ട കേട്ടോ. ലിഹസൂദിൻ, അസൂയാലുവിനെ കണ്ട് നീ അത്ഭുതപ്പെടണ്ട. റാഹയുൻകിറുഹ, അയാള് മൂല്യങ്ങളെ നിഷേധിക്കാൻ ഒരുങ്ങുന്നു. വ്യക്തമായി തെളിഞ്ഞ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാൻ ഒരുങ്ങുന്ന അസൂയാലുവിനെ, അയാളുടെ കാര്യത്തിൽ നിനക്ക് അത്ഭുതം വേണ്ട. കാരണം അയാളുടെ അസൂയ കൊണ്ടാണ് അയാൾ അതിനെ നിഷേധിക്കുന്നത്. സത്യമാണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, അസൂയയാണ് അയാൾക്ക് കുഴപ്പമുള്ളത്. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ അയാളല്ലേ പറഞ്ഞത്, അവിടെയാ കുഴപ്പോ. റാഹയുൻകിറുഹ. എന്നിട്ട് ഇമാം ബൂസീരി കൊടുത്ത ഉദാഹരണം കണ്ടോ? കത്തുങ്കിറുൽ ഐനു ലൗ അശ്ശംസി മിൻ റമദി. ചിലപ്പോഴൊക്കെ ചെങ്കണ്ണുള്ളവന്റെ കണ്ണ് സൂര്യപ്രകാശത്തെ നിഷേധിച്ചേക്കും. അത് അവന് ചെങ്കണ്ണുള്ളത് കൊണ്ടാണ്, സൂര്യന് പ്രകാശമില്ലാത്തത് കൊണ്ടല്ല. ചെങ്കണ്ണുള്ളവൻ പറയും തീരെ ലൈറ്റില്ല എന്ന് പറഞ്ഞേക്കാം, അത് അവന്റെ കുഴപ്പമാണ്. സൂര്യന് ഒരു കുഴപ്പവുമില്ല. സൂര്യന്റെ പ്രകാശത്തിൽ എന്താ ഇന്നൊരു മങ്ങലെന്നവൻ ചോദിച്ചേക്കാം, അത് അവന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. എന്നതുപോലെ അസൂയാലു മൂല്യങ്ങളെ നിഷേധിക്കുമ്പോ, വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുമ്പോ, ഹബീബായ തിരുനബിയുടെ മുഅ്ജിസത്തുകളാകുന്ന ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുമ്പോ അവിടെയൊക്കെ കരുതണം, അത് അസൂയ മൂത്തിട്ടാണ്. എന്നിട്ട് പറയുന്നു വസ്സബാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സൂറത്തു യാസീനിന്റെ 10ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് 11ാമത്തെ ആയത്തോടുകൂടെ ചർച്ച അവസാനിക്കും. 10ാമത്തെ ആയത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ ഇത്തരം ആളുകളുണ്ടല്ലോ നബിയെ, ആര്? താൽപര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, സ്വന്തം താൽപര്യങ്ങളെ തട്ടി മാറ്റാൻ കഴിയാത്തവരുണ്ടല്ലോ, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യർ. വസവാഉൻ അലൈഹിം,
അവരെ സംബന്ധിച്ചിടത്തോളം കണക്കാണ്. അന്തർത്തഹും നിങ്ങളവരെ താക്കീത് ചെയ്യട്ടെ, അംലം തുന്തിരുഹും അല്ലെങ്കിൽ നിങ്ങളവരെ താക്കീത് ചെയ്യാതിരിക്കട്ടെ, രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം ബറാബറാണ്. അവർക്ക് രണ്ടും കണക്കാണ്. നിങ്ങൾ അവരോട് വാത് പറഞ്ഞാലും കണക്കാ, പറഞ്ഞിട്ടില്ലേലും കണക്കാണ്. ലാ യുഅ്മിനൂൻ, ഇല്ല കേട്ടോ, അവർ വിശ്വസിക്കുകയില്ല. അവര് നന്നാവൂല നബി, ഞങ്ങൾ അവരോട് വാത് പറഞ്ഞാലും കണക്കാണ് അല്ലെങ്കിലും കണക്കാണ് എന്ന് പറഞ്ഞാൽ അവർ നന്നാവൂല എന്ന ആശയം അത് വ്യക്തമായി പറയുകയും ചെയ്യും. വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. പക്ഷേ ഇവിടെ ആ പ്രയോഗത്തിൽ ഒരു കൃത്യത ശ്രദ്ധിക്കാനില്ല. വസവാഉൻ അലൈഹിം, അവരുടെ മേലിൽ സമമാണ് നിങ്ങൾ അവരെ താക്കീത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. അവർക്ക് രണ്ടും കണക്കാണ്, പോലും നന്നാവൂല. അതേ ആശയം കിട്ടാൻ തന്നെ എങ്ങനെയും പറയാം. വസവാഉൻ അലൈക അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ, അങ്ങനെ പറഞ്ഞാലും ആശയം കിട്ടും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറയുന്നുണ്ട്, നിങ്ങളവരെ താക്കീത് ചെയ്താലും കണക്കാ, താക്കീത് ചെയ്തിട്ടില്ലെങ്കിലും കണക്കാണ്. ലാ യുഅ്മിനൂൻ, അവരെന്നാവില്ല, നിങ്ങൾക്ക് രണ്ടും കണക്കാ, നിങ്ങൾ വാല് പറയണവും കണക്കാ, പറയാത്തതും കണക്കാണ്. അല്ല, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കണക്കല്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ ചെയ്യേണ്ട ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. അവർക്ക് രണ്ടും കണക്കാണ് നബിയെ, നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടും കണക്കല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. വസവാഉൻ അലൈക്കയല്ല, വസവാഉൻ അലൈഹിം, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. ഇനിയോ നിങ്ങൾ ചെയ്തിട്ട് ഫലിച്ചില്ലെങ്കിലോ അതിന് നിങ്ങൾ ഉത്തരവാദിയാണോ? അല്ല, നിങ്ങളുടെ ദൗത്യം നിർവഹിക്കപ്പെട്ടു, നിങ്ങൾ സന്തോഷിച്ചിരുന്നോളൂ. നിങ്ങൾക്ക് രണ്ടും കണക്കല്ല. നിങ്ങൾക്ക് ഉപദേശിച്ചാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഉപദേശിച്ചില്ലെങ്കിൽ നബിയെ നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിറവേറ്റുകയില്ല. വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. അതുകൊണ്ട് തന്നെ പരന്നു കിടക്കുന്ന മനുഷ്യ പാരാവാരത്തിൽ നേരത്തെ പറഞ്ഞ മാറ്റുവീൻ ചട്ടങ്ങളെ എന്ന മുദ്രാവാക്യം ഉറക്ക വിളിച്ച സതുപദേശകർക്ക് നേരെ പല്ലിളിക്കാത്ത ഒരു ചെറിയ ന്യൂനപക്ഷത്തെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ നബിയേ. അവരെ പരതി കണ്ടെത്തലാണ് നിങ്ങളുടെ ബാധ്യത. അതിനെന്തു ചെയ്യണം? നിരന്തരം നിങ്ങൾ ഉപദേശിക്കുക, എല്ലാവരോടും പറയുക, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ നിർവഹിക്കുക. ആ നിർവഹണത്തിനിടയിൽ, കൃത്യനിർവഹണത്തിനിടയിൽ എവിടെയോ ഉണ്ടാകും നിങ്ങളുടെ വിളിക്കുത്തരം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടാകും. അവന്റെ ചെവിയില ശബ്ദം എന്നാണോ എത്തുന്നത്, ആ ശബ്ദം കേൾക്കപ്പെടും നബിയെ. അന്ന് ആ ശബ്ദത്തിന് അനുസരണ ലഭിക്കും നബിയെ. അതുവരെ നിങ്ങൾ പറയണം, വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നിങ്ങൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. എവിടോ ഉണ്ടാകും നല്ല മനുഷ്യന്മാര്. അവരാരാന്ന് അടുത്ത ആയത്തിൽ പറയാൻ പോകുന്നുണ്ട്. അതിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. അതിനു മുമ്പ് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ ഒരാമുഖത്തിലൂടെ അങ്ങനെ സ്റ്റെപ്പ് കെട്ടി ഇങ്ങ് വരാമെന്ന് കരുതിയിട്ടാണ്. നബിയെ ഉത്ബോധിപ്പിച്ചോ, കൃത്യമായി ഉത്ബോധനം തുടർന്നു പോയിക്കോളൂ. അവസാനം ഏതോ മുഅ്മിനീങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആ ശബ്ദം കേൾക്കുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഈ ശബ്ദത്തിന് ഉത്തരം നൽകുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത്, മൊത്തം ജനങ്ങളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്രയാണ്. പിന്നെ റസൂലുള്ളാഹി അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്റെ ഒന്നാമത്തെ പാർട്ടി പ്രവർത്തകൻ, എന്നെ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖാണെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് അത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്നാണ്. പിന്നെ നബി അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം ഭാര്യ ഭർത്താവിന്റെ കൂടെയാണെന്ന് പറയുന്നതിന് അത്ര പ്രസക്തിയുണ്ടാവില്ല. അപ്പോ എന്റെ ഒന്നാമത്തെ പാർട്ടി പ്രവർത്തകൻ, എന്നെ മനസ്സിലാക്കി കടന്നു വന്ന എന്റെ ഒന്നാമത്തെ പ്രവർത്തകൻ അവ്വലു മൻ ആമന ബി അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു. പഠിച്ചവനെ, ആ മഹാ നേതാവിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. സിദ്ദീഖുൽ അക്ബറിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. മുത്തുനബിയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ആ മുത്തുനബിയുടെ ചാരത്ത് നാളെ ഒത്തുകൂടാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ.